9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ പേജ് നമ്പർ 206 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 206 പ്രോബ്ലമാണ്. പ്രോബ്ലം നമ്പർ 13. ഓക്കെ, പ്രോബ്ലം എങ്ങനെയാണ്? The base radius of an iron cylinder is 15 cm and its height is 32 cm. It is melted and recast into a cylinder of base radius 20 cm. What is the height of the cylinder? ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ കയ്യിലൊരു അയൺ സിലിണ്ടർ ഉണ്ട്, ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് 32 ആണ്. ഓക്കെ, പിന്നെയോ അതിൻ്റെ റേഡിയസ് 15 ആണ്. 15 ആണ് അതിൻ്റെ സെൻറ്റിമീറ്ററാണ് അതിൻ്റെ റേഡിയസ്. ഇത് മെൽറ്റ് ചെയ്തിട്ട് വേറൊരു സിലിണ്ടറായിട്ട് റീകാസ്റ്റ് ചെയ്യാണ്. പക്ഷെ രണ്ടാമത് ഉണ്ടാക്കുന്ന സിലിണ്ടറിൻ്റെ മെഷേഴ്സ് ഡിഫറൻസ് ഉണ്ട്. എന്താണ്? റേഡിയസ് 20 ആണ്. ഓക്കെ, ഇത് ആദ്യത്തെ സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു സിലിണ്ടർ ഉണ്ടാക്കുകയാണ്. പക്ഷെ രണ്ടാമത് ഉണ്ടാക്കുന്ന സിലിണ്ടറിൻ്റെ റേഡിയസ് 20 ആണ്. അപ്പോൾ ഹൈറ്റ് എന്ത് വരും എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പോൾ ഈ ആദ്യത്തെ സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ടാണല്ലോ രണ്ടാമത്തെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. വോളിയം മാറുന്നില്ല. നമുക്ക് ആദ്യത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ആദ്യത്തിൻ്റെ വോളിയം വരിക വോളിയം ഓഫ് ഫസ്റ്റ് സിലിണ്ടർ എന്താണ്? πr²h അല്ലേ? π ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 32. ഓക്കെ, ഇതാണ് ആദ്യത്തെ സിലിണ്ടറിൻ്റെ വോളിയം വരിക. ഇനി വോളിയം ഓഫ് സെക്കൻഡ് സിലിണ്ടർ എന്ത് വരും? ഇതേ ഇക്വേഷൻ πr²h π ഇൻറ്റു 20 ഇൻറ്റു 20 ഇൻറ്റു ഹൈറ്റ് എച്ച്. ഹൈറ്റ് നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ വോളിയം കിട്ടി. അതായത് ആദ്യത്തെ വോളിയം എന്ന് പറയുന്ന π ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 32ഉം രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്ന π ഇൻറ്റു 20 ഇൻറ്റു 20 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് വോളിയം സെയിം ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഈക്വേറ്റ് ചെയ്തിട്ട് എഴുതാം. π ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഈക്വൽ ടു π ഇൻറ്റു 20 ഇൻറ്റു 20 ഇൻറ്റു എച്ച് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് എഴുതാൻ കാരണം രണ്ടിൻ്റെ വോളിയം സെയിം ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? എച്ചിന് മാത്രം ഇക്വേഷൻ്റെ RHS നിർത്തുക, ബാക്കിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇക്വേഷൻ്റെ അതർ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ π ഇൻറ്റു 15 ഇൻറ്റു 15 32 ഓൾറെഡി ഇവിടെ ഉണ്ട്. നമുക്ക് എച്ചിന് മാത്രം ഇവിടെ നിർത്തി ബാക്കിയെല്ലാം കൊണ്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് കിട്ടും. എച്ച് കൊണ്ട് നിർത്താം. ഇവിടെ പൈയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ 20 നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 ടൈംസ് 20ൽ 5 4 ടൈംസ് എഗെയിൻ 3 ടൈംസ് 4 ടൈംസ്. ഓക്കെ, ഇനി 4 ഇവിടെ 16 ആണ് വരിക. 4 × 4 16. ഓക്കെ, അപ്പോൾ ഇവിടെ 32 ഉണ്ട്. അപ്പോൾ ഇവിടെ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഈക്വൽ ടു എച്ച് എന്ന് കിട്ടും. അപ്പോൾ എച്ച് എന്താ വരിക? 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 2 18. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. 18 സെൻറ്റിമീറ്റർ. ഓക്കെ, രണ്ടാമത്തെ ഹൈറ്റ് എന്താ വരിക? രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.